നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് ട്രിപ്പാനിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. മാനുവൽ ലൈത്തിലും CNC മെഷീനിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന ചില വർക്കുകളിൽ നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ഇവിടെ ഒരു ഗിയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഗിയർ വീലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അതിന് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയുക, ഒരു ഡ്രില്ല് ചെയ്ത് ഹോൾ ബോർ ചെയ്ത് കളയുകയും അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളൊരു ഓപ്പറേഷനിൽ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ലോസ് ഉണ്ടാവും, അതുപോലെ ടൈം ലോസും ഉണ്ടാവും. ഓക്കെ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ട്രിപ്പാനിങ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഒരു ഗ്രൂവിങ് ടൂളിൻ്റെ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫേസിൽ നിന്നും ഗ്രൂവ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ ടൂൾ തന്നെയാണ്. പക്ഷേ ട്രിപ്പാൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സായിരിക്കും നടക്കുക. അതിന് നമ്മൾ ആദ്യമായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഡയൽ ചെയ്തും സർഫസ് ഗേജ് വെച്ചുമൊക്കെ നമ്മളത് ചെക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഫേസ് ഔട്ടും ഡയമീറ്ററും കാര്യങ്ങളൊക്കെ ഔട്ട് മാറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ പ്രോസസ്സെല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് മെഷീനിങ്ങിലേക്ക് പോവാണ്. അതിനായിട്ട് നമ്മൾ ആ ടൂൾ നേരെ ഫേസിലാണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിക്കുന്നത്. നമുക്ക് എത്ര ഡയമീറ്ററാണോ കളയേണ്ടത് അത്രയും ഡയമീറ്ററിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു പ്രോസസ്സ്, അതായത് ഒരു സൈഡിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ഡെപ്ത് ഇറങ്ങിയിട്ട് ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഫോം ചെയ്തതിന് ശേഷമായിരിക്കും ട്രിപ്പാനിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് പോവുക. ഇപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഫേസ് ക്ലിയർ ചെയ്ത് ഈ സൈഡിലുള്ള, അതായത് ഫസ്റ്റ് സൈഡിലുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടത് എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ശേഷമായിരിക്കും ട്രിപ്പാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈ ഫേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഏകദേശം ഒരു സ്റ്റാർട്ട് സ്റ്റേജ് നിൽക്കുന്നത്. ഇനി ഇതിവിടെ നിന്ന് നമ്മൾ നേരെ ഫോം ചെയ്ത് നമ്മളുടെ പഴയ, അതായത് നമുക്കിനി എന്താണോ ചെയ്യേണ്ടത്, ട്രിപ്പാനിങ്ങിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജ് ഫേസിങ്ങിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഫേസിൽ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ട്രിപ്പാൻ ചെയ്താണ്. ഓക്കെ, ഈ സൈഡിൽ നിന്നുള്ള കുഴി കൊടുത്തത്, അതായത് ആ പ്രൊജക്ഷനായി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സൈഡിൽ നിന്നുമാണ് അവിടെ മെറ്റീരിയൽ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു വെച്ചായിരിക്കും ഇതിൻ്റെ മെയിൻ, അതായത് ഇത് റിമൂവ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. നമ്മൾ എന്തിനാണ് അപ്പുറ സൈഡിൽ ആദ്യമായിട്ട് രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുണ്ട് കാരണം. ഒന്ന്, ടൂളിൻ്റെ ലെങ്ത് നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ലെങ്തിലേക്ക് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇത് പ്രശ്നമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ കട്ടായി പോരുന്ന പീസ് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത് മറുവശത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൂടുതലായിട്ടും മെറ്റീരിയൽ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പുറ സൈഡിൽ നിന്ന് സെക്കൻഡ് സൈഡിൽ നിന്ന് കുറച്ച് മെറ്റീരിയലായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പം കൂടുതൽ ലോഡ് നിൽക്കുന്നത് അപ്പുറ സൈഡിലായതുകൊണ്ട് മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തേക്കേ മറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ആ വർക്ക് പുറത്തേക്ക് വരുന്നതിന് പകരം അകത്തേക്ക് ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അകത്ത് ആ ഗ്രൂവിനകത്ത് അല്ലെങ്കിൽ ആ ഡൈക്ക് അകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ ഈ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബോർ ചെയ്ത് ഇങ്ങനെ ഈ ഒരു സൈസാക്കി എടുക്കുന്നതിനുള്ള ടൈം കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ട്രിപ്പാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് നമുക്ക് ഉള്ള മെയിൻ അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ ബോർ കാര്യങ്ങൾ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗിയറും കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് മെയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രിപ്പാനിങ്ങിന് വേണ്ടിയിട്ട് CNC ലേത്തിൽ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ടൂളുകളല്ല, റൗണ്ട് ഷേപ്പിലുള്ള ടൂളുകളാണ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CNCയിൽ ഇതുപോലുള്ള ട്രിപ്പാൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ ഊരിയിടുകയാണ്. ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നേരെ ബെഡിലേക്ക് മറിച്ചിടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബെഡ് ഡാമേജ് ആവും. സോ അവിടെ എന്തെങ്കിലും സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് അതിലേക്ക് വേണം അത് എടുത്തിടാനായിട്ട്. അല്ലെങ്കിൽ വല്ല ക്രെയിൻ ഉണ്ടെങ്കിൽ ക്രെയിൻ യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ച് പൊക്കിയെടുക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ വർക്കിൻ്റെ സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഈ വർക്കിൻ്റെ സാമ്പിൾ, അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ അതിൻ്റെ ഈ ഫസ്റ്റ് സ്റ്റേജ് ചെയ്തുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.